ഇതൊക്കെ ഇതിന് പ്രശ്നമുള്ള ചോദ്യങ്ങളാണ്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ചോദ്യം ശരിയല്ല. നാളെ നിങ്ങൾ പ്രൊഡക്ഷൻ നിർത്തിയാൽ നിങ്ങൾക്ക് റോളുകൾ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ഇത്ര സത്യസന്ധമായിട്ട് പറയാൻ വിചാരിക്കുന്നു. കാരണം അതൊരു പ്രശ്നമാണ് അല്ലേ? തീർച്ചയായിട്ടും ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ പ്രിവിലേജ്ഡ് ആക്ട്രസ്. അങ്ങനെയുള്ളവരെ ഇൻഡസ്ട്രിക്ക് വേണ്ട. അവരായിട്ട് വിളിച്ചു കൊണ്ടുവന്ന് അവരായിട്ട് ഓഡീഷൻ ചെയ്ത് അവരായിട്ട് എടുക്കുന്നവർ അഭിനയം വലിയ പ്രശ്നമൊന്നുമല്ല, അവർ വമ്പൻ നടികളാവും. അതെങ്ങനെയാണ് ഒരു വമ്പൻ നടികളാവുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ഒരു, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കണ്ണിൽ നമ്മൾ കാണുന്ന മനുഷ്യൻ്റെ, ഇപ്പോൾ കുശുമ്പ കുന്നായ്മ അങ്ങനെ ഒരു സാധനം പറഞ്ഞില്ലേ, ഇതെല്ലാം കൂടെ ഒരു കളക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൽ ഞാൻ എന്നെ കാണുന്നത് അങ്ങനെ ഒരു നടിയായിട്ടല്ല, ഞാൻ തന്നെ നടിയായി വന്ന ഒരാളാണ്. ആരും എന്നെ ആക്കിയതല്ല. അവർക്ക് ആക്കുന്നവരെയാണ് അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, അവരുടെ താഴെ നിൽക്കുന്നവരെ. അതായത് ഷീലു എബ്രഹാമിന് ഒരിക്കലും ഒരു ഡയറക്ടറിൻ്റെ താഴെ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിൻ്റെ താഴെ നിൽക്കേണ്ട ആവശ്യം ഇന്നില്ല, ഇനി നാളെ ഉണ്ടാവാൻ വഴിയില്ല. ഞാൻ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന, താഴെ എന്നതിന് പല മീനിങ് ഉണ്ട്. ഞാനൊരു നടിയായിട്ടൊരു ക്യാമറയുടെ മുന്നേ നിൽക്കുമ്പോൾ ഞാൻ ആ ഡയറക്ടറുടെ കീഴിൽ നടിയായി നിൽക്കുന്ന ഒരാളാണ്. ഞാൻ അവിടെ പ്രൊഡ്യൂസറായിട്ട് നിൽക്കാറില്ല. എന്നെ അറിയാവുന്ന, എൻ്റെ കൂടെ 15 സിനിമകളിൽ അഭിനയിച്ച ആരോട് ചോദിച്ചാലും എന്നെപ്പറ്റി ചോദിച്ചാൽ അവർ നല്ലതേ പറയൂ എന്നെനിക്ക് 101% ഉറപ്പാണ്. മനസ്സിലായോ? താഴെ എന്ന് പറയുന്നത് അത് മാത്രം പോരല്ല, അവർക്ക് ബഹുമാനം വേണം. എനിക്കോ? അല്ല, അവരെ അല്ല, അതെന്താണെന്നറിയോ, ഈ ഒരു വേറൊരു നടിയാകുമ്പോൾ അവർക്ക് അവരുടെ അടുത്ത് ഫ്രീഡം, അവരെ പഠിപ്പിക്കാം, അവരെ എന്തും പറയാം. അപ്പോൾ എൻ്റെ അടുത്ത് അവർക്ക് ആ ഒരു ഫ്രീഡം യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അവർക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണത്, എൻ്റെ പ്രശ്നമല്ലത്. ഇത് ഞാൻ പറഞ്ഞത് കാണുന്നവരുടെ അത് ഒരു ഡയറക്ടർ ഷീലു എബ്രഹാം അഭിനയിക്കുന്നത് മോശമാണെന്ന് പറഞ്ഞ് ഷീലു എബ്രഹാമിനെ ചീത്ത പറഞ്ഞാൽ ഭർത്താവ് വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അതെ, അത് പക്ഷെ ഇവർക്ക് അറിഞ്ഞൂടാ. അതല്ല, ചീത്ത പറയുക മാത്രമല്ല, ഇതിനകത്ത് പല ഏരിയാസ് ഉണ്ട്. ഇപ്പം അവർ തിരഞ്ഞെടുക്കുന്ന ഒരു പുതുമുഖ നടിയായിക്കോട്ടെ, അല്ലെ അവരുടെ കൂടെ വർക്ക് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നടിയെ വെച്ച് അഭിനയിപ്പിക്കുന്നതും എന്നെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് അവർ മനസ്സുകൊണ്ട് അങ്ങ് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം. ഇതെല്ലാം എന്താണ്, എവിടുന്നാണ് ഇത് അൾട്ടിമേറ്റ്ലി വരുന്നത്? ഇവിടുന്നാണ്. ഇവിടെ അവർ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കുക, അവാ മൂവീസ് പ്രൊഡ്യൂസർ. മനസ്സിലായോ? അപ്പോൾ എന്നെ കാണുമ്പോഴേ അവർക്ക് അപ്പോൾ ആ ഒരു മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇപ്പം ഞാൻ ഈയിടെ അമ്മ മീറ്റിങ്ങിന് ചെന്നപ്പോഴും എന്നോടൊരു വളരെ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രമുഖ നടൻ എന്നോട് പറഞ്ഞത്, നിങ്ങളെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ഒരു നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു പ്രിവിലേജ്ഡ് ആക്ട്രസ് ആണ്. ആ ഒരു സാധനമാണ് പ്രശ്നമുള്ളൂ. അത് മാത്രമാണ് എല്ലാവരുടെയും പ്രശ്നം. അല്ലാതെ എന്നിലെ നടിയെ കാണാഞ്ഞിട്ടോ അതൊന്നുമല്ല. ആ ഒരു പ്രൊഡ്യൂസർ എന്ന ഒരു ലേബൽ. പക്ഷെ ഇതൊന്നും പുരുഷന്മാർക്കൊരു പ്രശ്നമില്ലല്ലോ. പ്രൊഡ്യൂസറുമാണ്, ആക്ടറുമാണ്, അവരുടെ കൂടെ എത്ര പേര് അഭിനയിക്കുന്നു. അതെല്ലാം എങ്ങനെയായിരുന്നു? അവരൊക്കെ പ്രൊഡ്യൂസേഴ്സ് ആയത് എപ്പോഴാണ്? ആർട്ടിസ്റ്റായിട്ട് അറിയപ്പെട്ടതിന് ശേഷം പ്രൊഡ്യൂസേഴ്സ് ആയവരാണ് ഈ മുൻപന്തിയിൽ നിൽക്കുന്ന പലരും. അതല്ലാതെ വന്ന ഒരാളെ പറയോ? എന്നെ പോലെ വന്നവരെ വന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അവരെ പേരൊന്നും പറഞ്ഞ് ഞാൻ അവരെ മോശപ്പെടുത്തുന്നില്ല, അവര് രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെ ഇന്നും ഞാനിവിടെ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ രക്ഷപ്പെട്ടു. ഇന്നും ഞാൻ സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ ഇന്നും നായികയായിട്ട് ഞാൻ അഭിനയിക്കുന്നുണ്ടെങ്കിൽ, പ്രമുഖരോടൊപ്പം ഈ പ്രമുഖരൊക്കെ നമ്മുടെ സിനിമയിൽ വന്ന് അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിജയിച്ച് തന്നെയാണ് സിജിൻ നിൽക്കുന്നത്. ഞാൻ 1-2 പടം ചെയ്ത് 10 മടക്കി പോയിട്ടില്ല. സോ ഞാൻ പ്രിവിലേജ്ഡാണ്. അതുകൊണ്ടാണ് എല്ലാവരും എന്നെ ഇങ്ങനെ കാണുന്നത്. ഞാൻ ഈ പൊതുവെ സർക്കിൾസിലുള്ള ആളുകൾ ചിലപ്പോഴെങ്കിലും ഈ ഷീലുവിൻ്റെ അഭിനയിക്കാനുള്ള ആഗ്രഹം കാരണം ഭർത്താവ് കുത്തുവാളെടുക്കോ എന്ന് ചോദിക്കാറുണ്ടോ? കമന്റ്സ് എന്നോട് നേരിട്ട് ചോദിക്കാറില്ല, കമന്റ്സ് കാണാറുണ്ട്, ഞാൻ കാണാറുണ്ട്. അവരും ചെയ്യട്ടെ, പറ്റൂലേ? ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എത്ര പേർക്ക് ഗട്സ് ഉണ്ട്? അല്ല, ഗട്സ് അല്ല, ഒരു സിനിമയിലെ ആരും ഭാര്യമാരെ സിനിമയിൽ തന്നെ കല്യാണം കഴിച്ചാൽ പിന്നെ അവർ അഭിനയിക്കാൻ വിടുന്നില്ലല്ലോ. പിന്നെ അപ്പം ഞാൻ സിനിമയിൽ വീണ്ടും നിൽക്കുന്നുണ്ടെങ്കിൽ പൈസ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പൈസയുള്ള എല്ലാവരും എന്തേ നിൽക്കാറ്?
അതെങ്ങനെ നിൽക്കുന്നു? ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെ ഈ ചോദിക്കുന്നവരോടെല്ലാം എനിക്ക് ചോദിക്കാനുള്ളതാണ്. എങ്ങനെ നിങ്ങൾ നിൽക്കുന്നു? ഞാൻ ഹീറോയിനായിട്ട് അഭിനയിക്കുന്നു, എൻ്റെ കൂടെ പ്രമുഖ നടന്മാർ അഭിനയിക്കുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യിപ്പിക്കുക നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ പെങ്ങന്മാരെ, നിങ്ങളുടെ അമ്മമാരെ ചെയ്യിപ്പിച്ച് കാണിക്കുക. എന്നിട്ട് എനിക്കെതിരെ കല്ലെറിയുക. അല്ല, ശരിക്കും ഇതില് നമ്മൾ എന്നിലൊരു ഔഷധ ഗുണവും ഇല്ലെങ്കിൽ നടക്കില്ല. അപ്പൊ നിങ്ങൾ ഔഷധ ഗുണമുള്ളവർ വരൂ, എന്നെ പോലെ ആവും. എന്നിട്ട് ഇതേ കമന്റ് അപ്പം ഞാൻ നിങ്ങളുടെ ഇടയിൽ എഴുതാം. അതിനൊരു ചാൻസ് തരൂ. മറ്റൊരാൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ പേജിന്റെ അടിയിൽ വന്ന് ഇങ്ങനെ ഒരു കമന്റ് ഇടാനുള്ള ചാൻസ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയിട്ട് വന്നിട്ട് എന്നോട് സംസാരിക്കും. അപ്പോൾ ഞാൻ ഈ കമന്റ് ചെയ്യുന്ന ആള് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾ ആലോചിക്കട്ടെ. ഞാൻ പറയുന്നത് വലിയ പൈസക്കാരൻ്റെ ഭാര്യ ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടോ? എൻ്റെ ഹസ്ബൻഡ് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഒരു വിശ്രമമില്ലാതെ ഒരു ദിവസം കൊച്ചി, ഒരു ദിവസം ബോംബെ, ഒരു ദിവസം ദുബായ് ട്രാവൽ ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ഇൻകം ടാക്സും അടച്ച് എല്ലാ രീതിയിലും ഞങ്ങൾ വളരെ സേഫായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് വെച്ച് ഞങ്ങൾ സിനിമ ചെയ്യുന്നതിന് ആർക്കാണ് നഷ്ടം? നിങ്ങൾക്ക് വേണേ കണ്ടാൽ മതി. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളോട് നിൻ്റെ സിനിമയൊന്ന് കാണാവോ എന്ന് ഞാൻ ചോദിച്ചോ? ഇല്ലല്ലോ. നഷ്ടം വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചോ എനിക്കൊരു 100 രൂപ ഗൂഗിൾ പേ ചെയ്യാവോ? ചോദിച്ചില്ല. പിന്നെ ആർക്കാണ് പ്രശ്നം? എന്നെ കാണുന്നതാണോ പ്രശ്നം? കുശുമ്പ് തന്നെയാണ് പ്രശ്നം. പക്ഷേ അത് മാത്രമല്ല, പൊതുവെ മനുഷ്യൻ മനസ്സിലാവാത്ത സാധനത്തിൻ്റെ ശത്രു എന്ന് പറയും. പൊതുവെ ഈ കാണുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇത് ചെയ്യില്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവര് പറയുന്നത്. ഒന്നാമത്തെ അവന് പണമില്ല, പിന്നെ പണമുള്ളവനും ചെയ്യാൻ പറ്റില്ല, അവന് പേടിയായിരിക്കും. ചെയ്യില്ല എന്നല്ല, ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും. 1 ചെയ്യാം, 2 ചെയ്യാം, അത് കഴിഞ്ഞ് ഓടേണ്ടി വരും. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഷീല എബ്രഹാം എന്ന് പറയുന്ന വ്യക്തി വെറും ഒരു കഴിവില്ലാത്ത ഒരു സ്ത്രീയാണെങ്കിൽ എൻ്റെ കൂടെ അഭിനയിക്കാൻ ഈ പ്രമുഖ നടന്മാർ തയ്യാറാകുമെന്ന് സിജിന് തോന്നുന്നുണ്ടോ? എനിക്ക് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ശരിക്കും അറിയില്ല. പക്ഷെ എന്നാലും ഞാനൊരു വേണ്ടാത്തീനും പറയാം. അവർക്ക് കാശിൻ്റെ ആവശ്യമുണ്ടോ? എന്നാൽ പിന്നെ അവരെന്തിനാണ് ഇത്ര വലിയ ചൂസിയായിട്ട് പിന്നെ ഇന്ന സിനിമകളിലെ അഭിനയിക്കുള്ളൂ? എത്ര സിനിമകൾ അവർ ഡ്രോപ്പ് ചെയ്യുന്നു? പടം കംപ്ലീറ്റ് ആവുന്ന അവർക്കറിയാം. പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നാണോ നിങ്ങൾ വിചാരിച്ചേക്കുന്നത്? ഇവരെല്ലാം പൈസ വേണമല്ലോ ആളുകൾക്ക്, പൈസ വേണം, പിന്നെ പടവും തീരണം. അങ്ങനെയാണെങ്കിൽ എന്നാൽ എന്ത് എല്ലാവരും കൊണ്ടുവന്നിട്ട് അവരുടെ ഭാര്യമാരെ ഇവരുടെ എല്ലാം നായികയായിട്ട് അഭിനയിപ്പിക്കാത്ത? അവർക്ക് പൈസ വേണമെങ്കിൽ അവർ അഭിനയിക്കുമല്ലോ അവരുടെ എല്ലാം കൂടെ. സിജിൻ പറഞ്ഞു വെച്ചത് എന്താണ്, എല്ലാവരും എന്തേ വരാത്ത ഇവരുടെ എല്ലാം ഭാര്യമാരുടെ കൂടെ എല്ലാം ഇവർ അഭിനയിക്കാൻ റെഡിയാണെങ്കിൽ അവിടെ അതിന് ഞാൻ പ്രധാനപ്പെട്ട ഒരു സംഗതി പറയാം. ഉത്തരം ഞാൻ പറയാം. ഈ ചോദ്യം, ഇതിനെ പറ്റിയൊരു ചോദ്യം ഞാൻ സാന്ദ്രയോട് ചോദിച്ചു. വ്യവസായത്തിലെ ശക്തരായ ആളുകൾ അവരുടെ പെൺമക്കളെ, അവരുടെ ഭാര്യമാര്, അവരുടെ പെങ്ങന്മാര് സിനിമയിലോട്ട് കൊണ്ടുവരുന്നില്ല. ഞാൻ സാന്ദ്രയോട് ചോദിച്ച സാന്ദ്രയുടെ ഉത്തരം പറഞ്ഞു. ഞാൻ കേട്ടു. എന്തായാലും വലിയ അഭിപ്രായം ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഇപ്പം മലയാളത്തിൽ നായികമാരില്ലാത്ത അവസ്ഥയാണോ? അന്യം നിന്ന് പോയോ നായികമാര്? ഒരു ഓഡീഷൻ വെച്ച് നോക്ക്. ഈ പറഞ്ഞ മാതാപിതാക്കള് ക്യൂ നിൽക്കുന്നതാണ് ഒരു ഹോട്ടലിന്റെ മുന്നില്, 500 പേര്, 500 പെൺകുട്ടികളെ ആയിട്ട്. അതാണ് എന്റെ മറുപടി. എന്താണ് ഈ പറയുന്നത്? അതാണ് എന്റെ മറുപടി. ഇപ്പൊ ഞാൻ അബാ മൂവീസിന്റെ ഒരു 16 വയസ്സ് തൊട്ട് 26 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇടുന്നു. ഇന്ന ദിവസം ഓഡീഷൻ അബാം ഹോട്ടലില്. നിങ്ങൾക്ക് കാണാം മിനിമം 250 പെൺകുട്ടികൾ അവരോട് 250 അപ്പനമ്മമാര് നിൽക്കുന്ന കാണാം. പക്ഷെ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ എന്താണ് വരാത്തത്? ആര് പറഞ്ഞു വരുന്നത്? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ടോപ്പ് സ്റ്റാർസിനെ എടുക്കാം. ടോപ്പ് സ്റ്റാർസ് പറയാം, മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, സുരേഷ് ഗോപി, ഇവരുടെ ഒക്കെ ആൺകുട്ടികൾ വന്നിട്ടുണ്ട്, പെൺകുട്ടികൾ വന്നിട്ടില്ല. അവരോട് തന്നെ ചോദിക്കും. അവര് വരട്ടെ, അവരോട് ചോദിക്കാം. അവർക്ക് കഴിവില്ലായിരിക്കും ഒരു പക്ഷെ പെൺകുട്ടികൾക്ക്. ഈ ഉത്തരം നമ്മുടെ ഒരു ഗസ്റ്റ് പറഞ്ഞു. അവർക്ക് കഴിവില്ലെന്ന് അവർക്ക് തോന്നിക്കാണും. അല്ലെ പെൺകുട്ടികൾക്ക് താല്പര്യമില്ലായിരിക്കും, അവരുടെ പാഷൻ ആയിരിക്കില്ല. അല്ലെങ്കിൽ അവർക്ക് കഴിവില്ലെന്ന് അവരുടെ അപ്പനും അമ്മയ്ക്കും തോന്നിക്കാണും എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാണ്ട് സാന്ദ്ര പറഞ്ഞ മറുപടി എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ചോദ്യം ശരിയല്ല. അപ്പൊ സാന്ദ്ര പറഞ്ഞ ഉത്തരം ശരിയല്ല എന്നാണ്. ചോദ്യം ശരിയല്ല, അത് നമ്മൾ ചോദ്യം ശരിയല്ലാത്ത ആൾക്കാരാണ്. ഞാൻ ആരുടെയും ഉത്തരം ശരിയല്ല അതൊന്നും ഞാൻ പറയില്ല. അവർക്ക് ശരിയായ ഉത്തരമായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക. ആ ഉത്തരം എനിക്ക് ശരിയാവണമെന്നില്ല. അത്രേ ഉള്ളൂ ഇതിനകത്ത് വ്യത്യാസം.
എല്ലാവരും പറയുന്നത് ശരിയാണെന്ന് ഞാൻ പറയില്ല. പലരും തെറ്റുകളാണ് പറയുന്നത്. ഞാൻ പറയുന്ന ശരിയെ ചിലർക്ക് തെറ്റായിട്ട് തോന്നും. അതും ഓക്കെയാണ്. ഓക്കെ, ഞാനപ്പോൾ പച്ചക്ക് ചോദിക്കാം. അതായത് ഇവര് ചോമ്പിച്ച് ചോദിക്കുക, പച്ചയാണ്. ചുവന്ന ചോദ്യമാണ്. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു, ടോപ്പാണ്, ഇതൊരു പാറ്റേൺ ആണ്. നമ്മളിപ്പോൾ ഒരു പാറ്റേൺ കാണുമല്ലോ. കഴിവില്ല, നേരത്തെ പറഞ്ഞല്ലോ, കഴിവ് ഉള്ള ആളുകളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിയ പവർഫുൾ പൊസിഷനിലുള്ള ഒരു പ്രൊഡ്യൂസറിൻ്റെ മകൾ ഇന്ന് തെന്നിന്ത്യൻ താരമാണ്. പക്ഷെ മലയാളത്തിലില്ല. മലയാളത്തിൽ അവർക്ക് റോളുകളില്ല. മലയാളത്തിൽ അവർ അഭിനയിക്കുന്നത് സ്വന്തം ബാനറിലാണ്. ഇതൊരു എക്സാമ്പിൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇനി ഇവർ കല്യാണം കഴിച്ചപ്പോൾ ദിലീപിൻ്റെ കേസ് എടുത്താൽ, ഭാര്യ അഭിനയം നിർത്തിപ്പോയി, പിന്നെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം തിരിച്ചു വന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുക എന്താ, തീയില്ലാതെ പുകയുണ്ടാവില്ല. എന്തോ സേഫ്റ്റി പ്രശ്നമുണ്ട്. അവർ കംഫർട്ടബിൾ അല്ല. അവരുടെ മക്കൾ, ഭാര്യ, സിസ്റ്റേഴ്സ്, ഇവരെ കൊണ്ടുവരാൻ. അതേസമയം പുരുഷന്മാരിപ്പോൾ ഇൻഡസ്ട്രിയിലെ ഏത് ടോപ്പ് ആളെടുത്തോ അവരുടെ ആരെങ്കിലും പേരൻസോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ, ഞാൻ പറഞ്ഞൊരു എല്ലാവരും എല്ലാം പറയുന്നത്, ഒരു 90% ആളുകളും ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവരായിരിക്കും. പബ്ലിക്കിന് അറിയില്ലായിരിക്കും. അപ്പോൾ ആ ഒരു ട്രെൻഡ് എന്താണ്, സ്ത്രീകൾക്ക് ആ ഒരു പ്രിവിലേജ് എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക്, ഇൻഡസ്ട്രിയിലെ പെൺകുട്ടികൾക്ക് കിട്ടാത്തത്? അതാ ചോദ്യം. പെൺകുട്ടികൾക്ക് കിട്ടുന്നില്ല. അത് അവർ സിനിമ ഇൻഡസ്ട്രിയിലില്ല ഇല്ലെന്ന് ആര് പറഞ്ഞു? അവർ മലയാളത്തിൽ ആദ്യം പറഞ്ഞ ആൾ മലയാളത്തിലില്ല, വേറെ ഇതിലുണ്ടെന്ന് പറഞ്ഞു. എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. വേറൊരു ഇൻഡസ്ട്രിയിൽ, വേറെ മലയാളത്തിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു തമിഴിലോ തെലുങ്കിലോ കന്നഡയിലോ ഹിന്ദിയിലോ ഒക്കെ പോയി ചെയ്യാൻ പറ്റുന്നവർക്ക് മലയാളത്തിൽ ഈസി ആയിട്ട് ചെയ്യാം. അതൊക്കെ ചുമ്മാതാ നിങ്ങളുടെ തെറ്റിദ്ധാരണ. തീർച്ചയായിട്ടും. കാരണം തമിഴിൽ നിന്ന് അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്നതിൻ്റെ 10 ഇരട്ടിയാണ്. അവർക്ക് കിട്ടുന്ന റെസ്പെക്ട് എന്ന് പറയുന്നത്. അത് ശരിയാണ്. അത് മനസ്സിലാക്കുക. ഇത് ഈ ഒരു കാര്യത്തിൽ ഒരു പക്ഷേ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അത് കുഴപ്പമില്ല. കാരണം ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു, എനിക്ക് ഇതിനെ വെച്ചാൽ ആ ഒരാളുടെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അഭിനയിക്കുന്നില്ല, അതെന്തോ സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ആണുങ്ങളുടെ പൊസസീവ്നെസ് ആണ്. നിങ്ങളെ ആണായിട്ട് നിർത്തിയിരിക്കുന്നു. നീ എൻ്റെ ഭാര്യയാണ്. അല്ല, അതാ, നീ എൻ്റെ ഭാര്യയാണ്. നിന്നെ ആരും കെട്ടിപ്പിടിച്ച് തോളെ കൈയിട്ട് അഭിനയിക്കേണ്ട. ഞാൻ മാത്രം തോളെ കൈയിട്ടാൽ മതി. നീ വീട്ടിലിരുന്ന് എനിക്ക് ഉണ്ടാക്കി തന്നാൽ മതി. അത് ചിന്തിക്കുന്ന ആണുങ്ങളോട് എന്ത് പറയാൻ പറ്റും? അതുകൊണ്ടാണ് എല്ലാവരും ഈ ഡൈവോഴ്സ് ചെയ്തിട്ട് തിരിച്ചു വരുന്നത്. എന്തുകൊണ്ടാണ്? അത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇവൻ എനിക്കിട്ട് പണിയുമായിരുന്നു എന്നുള്ളത്. എന്നിട്ട് ഇയാൾ തോളെ കൈയിട്ട് നടക്കുകയും ചെയ്യും. അത് തിരിച്ചറിയുന്ന ഒരു സ്ത്രീക്ക് തിരിച്ചറിയുമ്പോഴത്തേനും 30-35 വയസ്സായിട്ടുണ്ടാവും. മനസ്സിലായോ? അതുവരെ ഈ സ്ത്രീകൾക്കൊരു പ്രശ്നമുണ്ട്. ഈ കല്യാണം കഴിക്കുമ്പം, ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, എല്ലാ പെൺകുട്ടികൾക്കും ഒരു പ്രശ്നമുണ്ട്. ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവൾ അങ്ങ് ചിന്തിക്കുവാണ്, ഈ കെട്ടാൻ പോകുന്നവൻ ദൈവമാണ്, ഇവനെ ഞാൻ കാലെ തൊട്ട് നമസ്കരിക്കുന്നു, അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ചായയുമായിട്ട് ഞാൻ കുളിച്ച് മുടിയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുന്നു, കുട്ടി ഉണ്ടാവുന്നു, അയാളുടെ കുട്ടി, എൻ്റെ വയറ്റിലുണ്ടായി, ദൈവത്തെ പോലെ അയാളെ കാണുന്നു. അതെല്ലാ പെൺകുട്ടികളുടെയും ഒരു സ്ത്രീയായിട്ട് ജനിച്ചിരിക്കുന്ന ഏതൊരു എന്ന് വെച്ചാൽ ഒരു സ്ത്രീ, പ്രോപ്പർ സ്ത്രീയായിട്ട് ജനിച്ചിരിക്കുന്ന എല്ലാ പെൺകുട്ടികളുടെ ആഗ്രഹമാണ് വിവാഹിതയാവുക, കുട്ടി ഉണ്ടാവുക, ഭർത്താവിനെ ദൈവത്തെ പോലെ കാണുക, അയാളെ ഇങ്ങനെ താലോലിക്കുക, അയാൾക്ക് വെച്ച് വിളമ്പി കൊടുക്കുക. ഇതൊക്കെ ചെയ്യും ഒരു ഏജ് വരെ. അത് കഴിഞ്ഞ് അതെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ബ്രെയിനിൻ്റെ നിർമ്മിതി അങ്ങനെയാണ്. മച്യൂരിറ്റി എന്ന് പറയുന്നത് ഓരോ വയസ്സ് കൂടുന്തോറും സ്ത്രീകൾക്ക് വന്നുകൊണ്ടിരിക്കും. ഈ കറക്റ്റ് ഏജ് ആകുമ്പോൾ ഇവൾ തിരിച്ചറിയുവാണ്, ഞാൻ ചെയ്തത് മണ്ടത്തരമായിപ്പോയി. ഇയാൾ ജീവിതം എൻജോയ് ചെയ്യുന്നു, ഞാൻ ഈ പെരയ്ക്കകത്തിരുന്നിട്ട് ഇയാളുടെ കാലും തൊട്ട് വെച്ച് വിളമ്പി പിള്ളേരെയും വളർത്തിയിരിക്കുന്നു. അതെന്നൊരു സ്ത്രീ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുന്നു, അന്ന് അവർ തിരിച്ചു വരും. അല്ലാണ്ട് ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല. സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ അതിനെ സേഫ്റ്റി എന്നല്ല പറയുന്നത്, പിന്നെ പൊസസീവ്നെസ്. അതെ, അതായത് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്താണെന്ന് നാച്ചുറലി അവർക്കറിയാലോ. എന്താണ് നടക്കുന്നത് ഇൻഡസ്ട്രിയിൽ? അതെല്ലായിടത്തും നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് ഒരിക്കലും അങ്ങനെ എല്ലായിടത്തും നടക്കുന്നുണ്ട്, സംബന്ധിച്ചു എല്ലായിടത്തെയും കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ എന്തിനു നിന്നു കൊടുക്കണം? നിന്നു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വരാത്തേന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഒരിക്കലും അല്ല.
അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇവിടെ നിൽക്കുന്ന എല്ലാവരും എന്ന് ഒരിക്കലല്ല എനിക്ക് വ്യക്തിപരമായിട്ട് അല്ലാത്ത കണ്ടമാനം ആളുകളെ അറിയാം. പക്ഷേ ഈ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുന്നു മാത്രം. അങ്ങനെ ഇല്ലാത്തവരും, അതായത് അതുകൊണ്ട് മാത്രം അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ആളുകളെ വ്യക്തിപരമായിട്ട് അങ്ങനെയുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പം അതൊരു പ്രശ്നമല്ലേ? അതൊരു പ്രശ്നമല്ലേ എന്ന് ചോദിച്ചാല് അത് മാറ്റണ്ടേ? ഞാൻ മാറ്റാൻ പറ്റുമോ? പക്ഷേ ഒരിക്കലും നമ്മൾ ഈ തവണ സ്ത്രീകളെ പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം കാര്യങ്ങൾ 4 പേര് അറിയാനാണ്. അല്ലാതെ നമുക്കിത് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൊതുവെ മുഖ്യധാര മാധ്യമങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നു. അല്ല, ഇതിപ്പോൾ എന്താണെന്നറിയോ, ഇതിൻ്റെ ഒരു സംഭവം എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഏതൊരു ജോലി ഏതൊരു മേഖലയിലും നമ്മൾ ചെല്ലുമ്പം സിനിമ മാറ്റി നിർത്തും. ഇപ്പം ഏതൊരു ഫീൽഡിൽ ചെല്ലുമ്പോഴും നമ്മൾ ജൂനിയറായിട്ട് അവിടെ ചെല്ലുമ്പം നമ്മൾ അവിടുന്ന് ഒരു പ്രൊമോഷൻ കിട്ടി നമ്മളൊരു സേഫ് ഒരു സോണിലെത്തി ഒരു പൊസിഷനിൽ എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് പേരുടെ ചീത്തവിളിയും ഹരാസ്മെൻറ്റും. ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഒരു ജൂനിയറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് സീനിയേഴ്സ് ഇരിക്കുമ്പോൾ ഞാൻ അവിടെ നിൽക്കേണ്ടതായിട്ട് വരും, ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട്. എന്നോട് ഇരിക്കാൻ പോലും ഒരു പറഞ്ഞെന്നിരിക്കത്തില്ല. അത് തന്നെയാണ് സിനിമ ഇൻഡസ്ട്രി നടക്കുന്നത്. നമ്മളൊരു ആദ്യമായിട്ടൊരു സിനിമയിലേക്ക് വരുമ്പം അവർ പറയുന്ന പോലെ അനുസരിക്കേണ്ടി വരും. ചിലപ്പം അവർ പറയുന്ന പല കാര്യങ്ങളും കേൾക്കേണ്ടതായിട്ട് വരും. അതെല്ലാ മേഖലയിലും ഉണ്ട്. അതിനെ ഒരു സെക്ഷലി മാത്രമായിട്ട് അതിനെ കാണണ്ട. ഞാൻ അതിനേക്കാളൊക്കെ ഉപരി മെൻ്റൽ ഹരാസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഏരിയനെയാണ് ഞാൻ കൂടുതൽ വാല്യൂ ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഫിസിക്കലി ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള കേസിൽ വന്നിട്ട് നമ്മളൊരു പൊസിഷനിലെത്തി നിങ്ങളുടെ ഒപ്പം എനിക്ക് ഇരിക്കാനുള്ള ഒരു ലെവലിലേക്ക് ഞാൻ വളർന്നു കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് മാറി. ഒരു പവർ പ്ലേ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് വന്ന് എന്തെങ്കിലും ഒന്നാകണമെങ്കിൽ അതിന് കുറേ സാക്രിഫൈസസ് വരും. അത് ഏത് ടൈപ്പ് ഓഫ് സാക്രിഫൈസ് ആയിക്കോട്ടെ. അതിന് ഫിസിക്കലി ഉള്ളൊരു സാക്രിഫൈസ് ആയിട്ട് നമ്മൾ അതിന് നിന്നു കൊടുക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. അത് അങ്ങനെ നിൽക്കാതെ സിനിമ ഇൻഡസ്ട്രിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. നമ്മളുടെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, ആ പടം ഹിറ്റായാൽ നമ്മൾ വീണ്ടും ആവശ്യമായിട്ട് വരും. മാത്രമുള്ളൊരു പ്രശ്നമല്ലാതെ പക്ഷേ ഞാനൊരു പൊതുവെ ഒരേ കഴിവുള്ള കഴിവ് എന്ന് പറഞ്ഞ ഒരേ കഴിവെന്നല്ല, ഇപ്പോൾ ഒരു സിനിമ ഒരു ചായ ഉണ്ടാക്കാൻ ആണ് ജോലി എന്ന് വിചാരിക്കുക. അയാൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയേണ്ട ആവശ്യമില്ല, അയാൾ ചായ ഉണ്ടാക്കിയാൽ മതി. അപ്പം അതായത് വലിയൊരു കഴിവുണ്ടായതുകൊണ്ട് അയാൾക്ക് അവസരം കിട്ടണമെന്നില്ല. ആ ജോലി ചെയ്യാനുള്ള കഴിവ് അയാൾക്ക്. അതെന്താണെന്നറിയോ, അതിനെ സിജിൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ചൂഷണത്തിന് നിന്നു കൊടുക്കുന്നവർക്കാണ് മുൻഗണന കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്നതിൻ്റെ ഒരു കാര്യമാണ്. ഇതിലെന്താണെന്നറിയട്ടെ, ചൂഷണമൊക്കെ ഒരു സൈഡിൽ വെക്ക്. ഇതിനകത്തെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് സാധനമാണ് സിനിമ എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു കോക്കസ് ഉണ്ട്, ആ കോക്കസിൻ്റെ ഉള്ളിൽ കുറച്ച് പേരുണ്ട്. അവരുടെ സിനിമകളിൽ അവർ മാത്രം ഉണ്ടാവുന്നു, അവർ ചൂസ് ചെയ്യുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുന്നു. അതിനകത്ത് ചൂഷണം ഇതൊക്കെ മാറ്റി നിർത്തും. സിനിമ എപ്പോഴും അങ്ങനെയാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതല്ലാതുള്ള സിനിമകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും മുന്നോട്ടേക്ക് ആ ഒരു ഗാങ് ഒന്നിച്ചു പോവില്ല. ഒരു സിനിമയോട് കൂടി അതങ്ങ് തീരും. പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനമാണത് അല്ലേ? അതിനെ പവർ ഗ്രൂപ്പ് എന്ന് വേണേൽ വിളിക്കാം, കോക്കസ് എന്ന് വിളിക്കാം. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് മാത്രമാണ് ഒരിടത്തുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദേർ ആർ ഗ്രൂപ്പ്സ്, പല പല ഗ്രൂപ്പ്സാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് താമസിക്കാൻ പോവുക പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. ഞാൻ ആ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടത് പെൺകുട്ടികൾ തമ്മിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുമൊന്നുമില്ല. എല്ലാവരും പല പല ഭാഗങ്ങളിൽ നിന്ന് വന്ന പെൺകുട്ടികളാണ്. അവർ വിത്തിൻ 1 ഡേ അവർ ഗ്രൂപ്പ് ഉണ്ടാക്കി. 3 പേര്, 4 പേര്, 6 പേര്, 2 പേര്. ആ ഗ്രൂപ്പിലേക്ക് ഈ 2 പേരിൽ, ഈ 4 പേരുടെ ഗ്രൂപ്പിലേക്ക് ഈ 2 പേര് ചെല്ലുമ്പോഴേ അവരെല്ലാവരും 4 പേര് ഇങ്ങനെ മോന്തിരിക്കുന്നു, അവരൊന്നിച്ച്. ആ ഒരു ഫീല് അത് സിനിമയിൽ മാത്രമല്ല, ഈ ലോകം മൊത്തം ഈ ഒരു സാധനമുണ്ട്. ഞാനിപ്പോൾ വന്നിട്ട് സിജിൻ്റെ ഗ്രൂപ്പിലോട്ട് എന്നെ ഒന്ന് കൂട്ടാമെന്ന് ചോദിച്ചാൽ സിജിനെ ഒന്ന് ആലോചിക്കും. അതൊരു ഭംഗിവാക്കായിട്ട് പറയും. ഇല്ലില്ല, നിങ്ങളുടെ ഒരു ക്ലോസ് സർക്കിൾ ഉണ്ടാവും. അല്ലെ ക്ലോസ് സർക്കിൾ ക്രിയേറ്റ്
ഉണ്ട് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞേ, അത് തന്നെ സിനിമയിലും ഉണ്ട്. അവരുടെ ഒരു ക്ലോസ് സർക്കിൾ അവിടെ ഉണ്ട്. അതിപ്പോ പ്രൊഡ്യൂസേഴ്സിന്റെ ആയിക്കോട്ടെ, ആക്ടേഴ്സിന്റെ ആയിക്കോട്ടെ, ഡയറക്ടേഴ്സിന്റെ ആയിക്കോട്ടെ, പല പല ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിൽ ഈ പറഞ്ഞ എല്ലാ ഗ്രൂപ്പിൽ നിന്നുള്ള ഓരോരുത്തർ 5-6 പേരുകൾ വീതം വേറൊരു വലിയ ഗ്രൂപ്പിലുണ്ടാവും. അവിടെയാണ് നമ്മൾ ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത്. ഇല്ലാന്നൊന്നും ഞാൻ ഉണ്ട്. അവര് പറയുന്ന കാര്യങ്ങൾ, അവരുടെ എല്ലാം ചിന്തകൾ അവിടെ നടപ്പാക്കാനും എല്ലാം ഈസിയാണ്. അപ്പം ഇതില്ലാത്ത ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്നവരുണ്ടല്ലോ, അവരവിടെ എപ്പോഴും ഒറ്റപ്പെട്ട് തന്നെ നിൽക്കും. അപ്പൊ ഇതെല്ലാം എല്ലാ മേഖലയിലും ഉണ്ട്. ഒരു ഹോസ്റ്റലിൽ പോലും, ഫ്രണ്ട്ഷിപ്പിൽ പോലും ഉണ്ട്. ഇപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. സിനിമയിലും ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല, ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. ഈ ചൂഷണങ്ങളുണ്ട്. അല്ല, ഞാൻ പറയുന്നില്ല ഇതെല്ലാം കംപ്ലീറ്റ്ലി സേഫ് ആണെന്നോ. എല്ലായിടത്തും എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഈ സിനിമാ നടികൾ, എന്തുകൊണ്ട് നടന്മാര് കണ്ടിന്യൂസ് നിൽക്കുന്നു, നടിമാർ എന്തുകൊണ്ട് ഇവിടുന്ന് പോകുന്നു അല്ലേ ഇല്ല എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ നിന്നാണല്ലോ ഇത് തുടങ്ങിയത്. പ്രമുഖരുടെ പെൺകുട്ടികൾ എന്തുകൊണ്ട് വരുന്നില്ല? അതിൻ്റെ വേറൊരു കാരണം എന്താണെന്നറിയോ? ഈ വന്നാൽ തന്നെ ഇതിനകത്ത് നിന്നു പോകണമെങ്കിൽ സ്ത്രീകൾക്ക് വലിയ വാല്യൂ ഇല്ലാത്തൊരു മേഖലയാണ് സിനിമ. എല്ലാവരും സൂപ്പർ ലേഡീസ് ആവില്ല, ലേഡി സൂപ്പർ സ്റ്റാർ ആവില്ല. സ്ത്രീകളുടെ ആവശ്യകത എന്ന് പറയുന്ന മേ ബി ഫോർ ഒരു പടം വിജയിച്ചാൽ അവരെ ആവശ്യമാണ് ഫോർ 3-4 ഇയേഴ്സ്. ഒരു ലക്കിൻ്റെ ഭാഗമായിട്ട് വിജയിച്ച നടി, അല്ലാതെ അവരുടെ അഭിനയം നല്ലതാണോ എന്നല്ല അവിടെ നോക്കുന്നത്. ഈ പറഞ്ഞ പോലെ ചായ ഉണ്ടാക്കുന്നിടത്ത് ചായ ഉണ്ടാക്കിയ പോരെ, അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാൻ അറിയണോ എന്ന് ചോദിച്ചതുപോലെ ഈ ചായ ഉണ്ടാക്കിയ ആള് വെറും ഉളച്ചായയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചോ, പ്രോപ്പർ ഒരു ചായ അല്ല ഉണ്ടാക്കിയത്. സിനിമ വിജയിച്ചോ, ആ ചായ അവിടെ ഭയങ്കര സംഭവമാണ്. പിന്നെ അടുത്ത 3-4 സിനിമകളിൽ വിജയിച്ച നടിയാണ് അല്ലെങ്കിൽ അപ്കമിങ് ആക്ട്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് ഒരു 3-4 സിനിമകൾ വരും. അടുത്ത സിനിമയും കൂടെ ഒന്ന് വിജയിച്ചോ, പിന്നെ അവർക്ക് പിന്നെ വമ്പൻ സ്വീകരണമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ പുരുഷന്മാർക്കും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. എത്രയോ മുൻപന്തിയിൽ നിന്ന് പുരുഷന്മാർ ഇപ്പൊ ഒന്നും അല്ലാതെ ഇരിക്കുന്നുണ്ട്. അല്ല, വേറെ കാര്യമുണ്ട്. ഈ പുരുഷന്മാർക്ക് പ്രായമാവുന്നില്ലല്ലോ. നിങ്ങളുടെ എല്ലാം ധാരണ അങ്ങനെയാണല്ലോ. നിങ്ങൾ ഈ പ്രായമായ 60 വയസ്സായ ഒരു 40 വയസ്സായ ഒരാളെ കാണുമ്പോൾ ആന്റിന്ന് വിളിക്കും. നിങ്ങളെ അങ്കിളെന്നൊന്ന് വിളിച്ചു നോക്കിയാൽ നിങ്ങൾ സമ്മതിക്കില്ല. അതിന്റെ ഒരു ഭാഗമാണ്. അതായത് പുരുഷന്മാർക്ക് ഇൻഡസ്ട്രിയിൽ ഉള്ള സത്യത്തിനെ നമ്മൾ അംഗീകരിക്കണം. പുരുഷനാണ് വാല്യൂ. സാറ്റലൈറ്റ് റൈറ്റ്സും ബിസിനസ് നടക്കുന്നതും OTT റൈറ്റ്സും എല്ലാം ആർക്കാണുള്ളത് ഇൻഡസ്ട്രിയിൽ? സ്ത്രീകൾക്കാണോ? അതായത് സ്ത്രീകൾ സിനിമ കാണാത്തത് കൊണ്ടാണ്. അല്ലെന്നേ, പൊട്ടത്തരം പറയാതെ. ചോദ്യം ശരിയല്ല, എന്താണ്? അതായത് സ്ത്രീകളെ കാണാൻ, സ്ത്രീകളുടെ പടം കാണാൻ ആളുകളില്ല. ആര് പറഞ്ഞില്ലെന്ന്? പിന്നെ സ്ത്രീകളുടെ പടം കാണാൻ ആളുകളുണ്ട്. അത് എങ്ങനത്തെ സിനിമകളായിരിക്കും എന്നും കൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇപ്പൊ ഭയങ്കര ഒരു സ്ത്രീ വന്നിട്ട് ഭയങ്കരമായിട്ട് സമൂഹത്തിന് ഭയങ്കര നന്മകളൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ വന്നിട്ട് ഒരു സിനിമ അങ്ങനത്തെ ഒരു പ്ലോട്ട് കാണിക്കുകയാണ്. ആർക്കും കാണണ്ട. എന്നാൽ ഈ പുരുഷന്മാരുടെ കൂടെ എന്തിനാണ് ഫ്ലവർ പോട്ട് റോളുകളിൽ സ്ത്രീകളെ വെക്കുന്നത്? അത് വേണം. പുരുഷൻ മാത്രമായിട്ടുള്ള ഏതെങ്കിലും സിനിമയുണ്ടോ? ഒരു സിനിമ പറയാമോ? ഒരു സ്ത്രീ പോലും ഇല്ലാത്തൊരു സിനിമ. ഈ മഞ്ഞുമൽ ബോയ്സിൽ ഇതുണ്ടോ? സ്ത്രീകളുണ്ടോ? സ്ത്രീകളുണ്ട് എന്ന് വെച്ചാൽ അമ്മയായിട്ടും പെങ്ങളായിട്ടും ഒക്കെ ഉണ്ട്. മനസ്സിലായോ? ഒരു സ്ത്രീ പോലും ഇല്ലാത്ത സിനിമ. പക്ഷെ സ്ത്രീകളുടെ ആവശ്യകത എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ വളരെ കുറവാണ്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ പുതുമുഖങ്ങളും എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 2 സിനിമ സ്ത്രീകളുടെ ഓടിയില്ലെന്ന് വെച്ചോ, അവരുടെ വാല്യൂ പോയി. പിന്നെ പുതിയ ആളെ കൊണ്ടുവരുവാണ്. പക്ഷെ നടന്മാരിൽ അങ്ങനെ ഇല്ല. അവര് എന്നും വാല്യൂ ഉള്ളവരായിട്ട് നിൽക്കുവാണ്. അല്ല, അത് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് അതിന്റെ പിന്നിലത്തെ ലോജിക്കാണ് മനസ്സിലാവാത്തത്. അതായത് നടന്മാരെയും നടിമാരെയും ആളുകൾക്ക് ഇഷ്ടമാണ്, അവരുടെ സിനിമ കാണാൻ ആളുകളുണ്ട്. പക്ഷേ ശരിയാ, ഭംഗി കുറച്ച് കുറയുന്നു കൂട്ടിക്കോളൂ. പക്ഷെ എന്നാലും ഇപ്പോൾ ഒക്കെ വ്യത്യാസം വന്നല്ലോ. ഇപ്പോൾ ഒക്കെ പല ടെക്നോളജി ഉണ്ടല്ലോ. അപ്പം അത്ര പഴയ മാതിരി ഭംഗി കുറഞ്ഞിരുന്നു എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. മഞ്ജു വാര്യരൊക്കെ ഇപ്പോഴും എന്ത് സുന്ദരിയായിട്ടായിരിക്കും. അപ്പം ഭംഗിയുടെ ഒരു ഫാക്ടറില്ല. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ സിനിമ അങ്ങനെയാണ് എന്ന് ഉള്ളത് അതും മനസ്സിലായി. പക്ഷെ അത് എന്തുകൊണ്ട് അങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. ഞാനെന്തൊരു കാര്യം ചോദിച്ചോട്ടെ, അത് സ്ത്രീകളുടെ മാത്രമാണോ? ഇപ്പൊ ഒരു വാല്യൂ ഉള്ള ഒരു 10 നടന്മാരെ പിടിച്ചോ, ഒരു 8 പേരെ പിടിച്ചോ. അതുകൂടാതെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ എത്ര നടന്മാരുണ്ട്? ഒരു 500 പേര് കാണും, ഇല്ലേ? ഈ 8 പേരൊഴിച്ച് ബാക്കി ആർക്കൊക്കെ
ആരുടെയൊക്കെ സിനിമകൾ കാണാൻ ജനം തള്ളിക്കയറുന്നുണ്ട്, തള്ളിക്കയറ്റേണ്ടതായിട്ട് വരിക. അല്ല, അതായത് അവരൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലായി. പക്ഷെ അപ്പോൾ എന്തുകൊണ്ട് ഈ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? ചെയ്തിട്ടുണ്ടല്ലോ ഒരാള് രണ്ടുപേരൊക്കെ. എക്സെപ്ഷൻ ആണല്ലോ. അത്രേ പറ്റുള്ളൂ, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അത് മതി, രണ്ടുപേരും മതി. മതി. അത് കഴിഞ്ഞാൽ അവരെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുന്നില്ല ഇൻഡസ്ട്രി. അതാണ് സംഭവം, അതാണ് പ്രശ്നം. അപ്പൊ എന്റെ ചോദ്യം എന്താ, പൊതുവെ നമ്മൾ താരങ്ങളെ പൊതുവെ താരങ്ങളെ പറ്റി പൊതുജനത്തിനുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്താന്ന് വെച്ചാൽ ഇവര് കുറച്ച് കാണാൻ നന്നാവണം, അഭിനയിക്കാൻ അറിയണം, ഇതാണ്. പക്ഷെ അത് പോരല്ലോ, അവര് പ്രോജക്ട്സ് ഉണ്ടാക്കുകയാണല്ലോ. അവർ കഷ്ടപ്പെട്ട് പ്രൊഡ്യൂസർമാരെ കണ്ടുപിടിക്കുന്നു, പ്രോജക്റ്റുകൾ ഉണ്ടാക്കുന്നു, ഡയറക്ടറുടെ വർക്ക് ചെയ്യുന്നു. അങ്ങനെ സ്ത്രീകൾക്കും ചെയ്തുകൂടെ? ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം സ്ത്രീകൾക്കുണ്ടോ? ചെയ്യുന്നുണ്ടല്ലോ. എത്രയോ സ്ത്രീകൾ അങ്ങനെ പ്രോജക്റ്റ് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് വരുന്നു. പക്ഷേ പ്രൊഡ്യൂസേഴ്സിനെ കിട്ടാത്തതുകൊണ്ടാണ് പല സ്ത്രീകളും അത് ചെയ്യാത്തത്. കാരണം എന്തുകൊണ്ട് പുരുഷന്മാർക്ക് കിട്ടുന്നു, എന്തുകൊണ്ട് സ്ത്രീകൾ കിട്ടുന്നില്ല? അതിൻ്റെ കാരണം ഇതാണ്, സ്ത്രീകൾ അഭിനയിക്കുന്ന ചിത്രങ്ങൾ തിയേറ്ററിൽ ഓടുന്നില്ല, സ്ത്രീകൾ മാത്രം. ഈ പറഞ്ഞ സ്റ്റാർസ് വേണം അവിടെ. പൊതുവെ ഞാൻ ഇതിനൊരു ഞാൻ വായിൽ വാക്ക് വെച്ച് തരാമെന്ന് വിചാരിക്കരുത്. പറയുന്നതിൻ്റെ സമ്മറി എന്താണെന്നറിയോ? സ്ത്രീകൾക്ക് സ്റ്റാർ വാല്യൂ ഉണ്ടാക്കാൻ പറ്റില്ല, സ്ത്രീകൾക്ക് സ്വന്തമായി ഒരു സിനിമ കൊണ്ടു നടക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒരു സ്ത്രീയുടെ പേരിൽ ഒരു സിനിമ ഓടിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീ, അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ യാഥാർത്ഥ്യം അതാണ്. ശരിക്കും ഉള്ള കാര്യത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പം ഒരു സ്ത്രീ വന്നിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ച് അത് ഹിറ്റായി, അതിനകത്ത് എവിടെയെങ്കിലും ഒരു ഗസ്റ്റായിട്ടെങ്കിലും ഈ പറഞ്ഞ സോക്കോൾഡ് ഒരു ബിസിനസ് ഉള്ള ഒരു നടനെ കൊണ്ടുവരും. ഏത് വലിയ മുൻനിര നിൽക്കുന്ന നടിയെ ഒരു സിനിമയിൽ അഭിനയിച്ചാലും അതിനകത്ത് ഗസ്റ്റ് റോളിലെങ്കിലും ഈ പറഞ്ഞ സോക്കോൾഡ് നടന്മാരുടെ ഒരു തലയെങ്കിലും കാണിച്ചിരിക്കും. എന്തിനാണ്? കാരണം ജനങ്ങളുടെ വേണ്ടുന്ന ആരെയാണ്? സ്ത്രീയെ മാത്രമോ? അത് ഇന്നയാളുടെ പടം, അത് നമുക്ക് OTT വരുമ്പോൾ കാണാം. അതാണ് സംഭവം. അപ്പോൾ അതിനകത്ത് അതെടുക്കാനായിട്ട് എന്തുകൊണ്ട് കമ്പനികൾ റെഡി ആവുന്നില്ല? അവർക്ക് ബിസിനസ് കൊടുക്കുന്ന ആരാണ്? OTT കമ്പനികൾ റെഡി ആവുന്നില്ല അതെടുക്കാൻ. സാറ്റലൈറ്റ് എടുക്കുന്നില്ല, തിയേറ്ററിൽ ആൾ കയറുന്നില്ല. അതെല്ലാം വളരെ യാഥാർത്ഥ്യമാണ്. പിന്നെ ഈ പറഞ്ഞ സ്ത്രീകൾ 2-3 സ്ത്രീകൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ത്രീകളും ഒരു 30-35 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ അമ്മ റോളിലേക്ക് വിളിക്കാൻ തുടങ്ങും. ഈ പറഞ്ഞ ആണുങ്ങളെ അപ്പൻ റോളുകളിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവരെന്നും കോളേജ് കുമാരന്മാരായിട്ട് ഇരിക്കാനായിട്ട് കാണുന്നു ആൾക്കാർ, വയസ്സറിയിക്കുന്നില്ല. സ്ത്രീകളെ പെട്ടെന്ന് ഇപ്പോൾ ഒരു 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നായികയായിട്ട് വേണ്ട. പിന്നെ എല്ലാവർക്കും 18 വയസ്സ് 20 വയസ്സുള്ള ആളെ 25 വയസ്സുള്ള ആളെയാണ് ഹീറോയിനായിട്ട് വേണ്ടത്. ആണുങ്ങൾക്ക് അങ്ങനെ ഇല്ല. അപ്പോൾ ഈ 20 വയസ്സുള്ള പെൺകുട്ടിക്ക് പറയാനും പറ്റുന്നില്ല എനിക്ക് 50 വയസ്സുള്ള ആളെ ഹീറോ ആയിട്ട് വേണ്ട, എനിക്ക് 25 വയസ്സുള്ള ആളെ വേണമെന്ന് പറയാനുള്ള ആ ഒരു സ്പേസ് ഇല്ല അവിടെ. ഈ 20 വയസ്സുള്ള പെൺകുട്ടിയുടെ ഹീറോ ആയിട്ട് വരുന്ന 50 വയസ്സുള്ള ആളായിരിക്കും. അപ്പോൾ ഈ പെൺകുട്ടിക്ക് അവിടെ പറയാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ ഹീറോ ആയിട്ട്, അപ്പം വീട്ടിൽ ഇരുന്നോളാൻ പറയും. അപ്പം അതുകൊണ്ട് എന്ത് പറ്റും? ഈ 20 വയസ്സുള്ള പെൺകുട്ടി അവളുടെ കൈ പുരുഷ മേധാവിത്വമാണ്. അതെ, തീർച്ചയായിട്ടും അതെ. അതിൽ എല്ലായിടത്തും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്ത്രീ മേധാവിത്വം കൊണ്ടുവരണമെങ്കിൽ ഈസി അല്ല. അതല്ലേ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അത്രയും മതിയോ? തൽക്കാലം അത്രയൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ പൊതുവെ നേരത്തെ ഷീലു പറഞ്ഞ വാക്ക്, എല്ലാ പുരുഷന്മാരും ഇങ്ങനെയുള്ളവരല്ല, പീഡനം ചെയ്യുന്നവരല്ല, എല്ലാ സ്ത്രീകളും അത്ര നല്ലവരല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ത്രീകളും സ്ത്രീപക്ഷവാദികളാണോ? സ്ത്രീകൾ വന്നിട്ടുണ്ട്, പക്ഷേ ഫെമിനിസമാണ് ഉദ്ദേശിച്ചത്. ഫെമിനിസം അല്ല. അതായത് ഒരു പൊതുവെ നമ്മൾ നേരത്തെ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് കുറച്ച് പേരല്ലേ ബ്രിട്ടീഷുകാർ വന്നുള്ളൂ. ബാക്കി വെടിവെക്കലും ഇടിയൊക്കെ ഇന്ത്യക്കാർ തന്നെയാണ് മറ്റു ഇന്ത്യക്കാരെ ഇടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാവും ഇത്. ഇനിയിപ്പോ അവരിടിക്കുന്നതിന് പകരം സ്ത്രീകൾ ഇടിക്കുവോ? അല്ല, സ്ത്രീകൾക്കൊരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ
അവരൊന്നിച്ച് എല്ലായിടത്തും നിൽക്കാൻ അവർക്ക് പറ്റിയിരുന്നെങ്കിൽ, ഞാൻ സിനിമയെ മാത്രമല്ല കേട്ടോ പറയുന്നത്, ഓവറോൾ ആണ് പറയുന്നത്, സ്ത്രീകളുടെ അത്രയും ഞങ്ങളുടെ അടുത്ത് കോമ്പറ്റീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും പറ്റുമായിരുന്നു. അത് മാത്രമല്ല, ഞങ്ങൾ ജീവിച്ചിരിക്കേണ്ട പോലും ആവശ്യമില്ല. അതെ അതെ അതെ. കാരണം ഒരു സ്ത്രീയെ കൊണ്ട് പോലും നിങ്ങൾക്ക് വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ആവശ്യമില്ല. കാരണം എല്ലാം ഈ പുരുഷന്റെ ആവശ്യമില്ലല്ലോ. മൾട്ടി ടാസ്കിംഗ് ആണ്. അതല്ല, ഇത് നിങ്ങൾ ആലോചിച്ചിട്ടില്ലല്ലോ. പ്രജനനം, അതായത് ഇന്നിപ്പോ ഫ്രീസറിൽ തന്നെ ഫ്രീസ് ചെയ്ത് വെക്കാവുന്ന സാധനങ്ങൾ പുരുഷന്മാര് ലോകത്ത് ആവശ്യമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചപ്പം മനുഷ്യന്മാരെയും മൃഗങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചപ്പം എല്ലാവർക്കും ഓരോ കുറവിട്ട് കൊടുത്തു. കുതിരയ്ക്ക് കൊമ്പ് കൊടുത്തില്ല, അട്ടയ്ക്ക് കണ്ണു കൊടുത്തില്ല, സ്ത്രീകൾക്ക് എന്ത് കൊടുത്തില്ല? അതിന്റെ ആൻസർ അതിലുണ്ട്. ഇതിനുത്തരം ഞാൻ പറഞ്ഞോണ്ടല്ലോ, എന്നെ ആൾക്കാർ ഏറെ കേട്ടു. ശരി,